അമേരിക്കൻ മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് വെടിയേറ്റു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെൻസിൽവാനിയയിൽ അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റ് ആൾക്കാരുമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിൽ അദ്ദേഹം സ്റ്റേഡിയത്തിൻ്റെ അവിടുത്തെ സ്റ്റേജിൽ ട്രംപ് എന്നെഴുതിയ ഒരു പോഡിയത്തിൻ്റെ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ വൈകിട്ട് 6:11 അദ്ദേഹത്തിൻ്റെ ചെവി തുളച്ച് ചെവിയുടെ അത് ചെവി തകർത്തുകൊണ്ട് ഒരു വെടിയുണ്ട പാഞ്ഞു. ലൈവായി ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നിൽ നിന്ന് വന്നെന്ന് വേണം പറയാൻ. കാരണം ചെവിയുടെ ആ അവിടെ വെടി കൊണ്ടിട്ട് ബ്ലഡ് മുന്നോട്ട് തെറിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ താഴെ കവിളിലും അവിടെയാണ് ബ്ലഡ് ഒഴുകിയത്. അപ്പം പിന്നിൽ നിന്നായിരിക്കണം വെടിയെന്നാണ് ഞാൻ കരുതുന്നത്. 6:11 6:12 ആയപ്പോൾ അദ്ദേഹം ആ പോഡിയം ആ സ്റ്റാൻഡിൻ്റെ അവിടെ പെട്ടെന്ന് കുനിഞ്ഞു. തൊട്ടടുത്തിരിക്കുന്നവരും പെട്ടെന്ന് കുനിഞ്ഞു. വെടിശബ്ദം 4-5 ഒന്നിനു പുറകെ ഒന്നായി വന്നു. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് സർവീസ് അംഗരക്ഷകർ പെട്ടെന്ന് അദ്ദേഹത്തിനെ അദ്ദേഹം കുനിഞ്ഞിരുന്ന അദ്ദേഹത്തിനെ കവർ ചെയ്തു. പെട്ടെന്ന് അവിടുന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. അവർ 5-6 പേരാണ് സീക്രട്ട് സർവീസിലുള്ളത്. അവരെല്ലാം കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നു. അവരുടെ കണ്ണിൽ സ്പ്രേ അടിക്കാതിരിക്കാനായിരിക്കണം കൂളിംഗ് ഗ്ലാസും സൂട്ടും ധരിച്ചത്. അവർ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിനെ കൈ ഉയർത്തി 5-6 പേര് അവരുടെ സൂട്ടിട്ട കൈ ഉയർത്തി അദ്ദേഹത്തിൻ്റെ തലയ്ക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അതാണ് സീക്രട്ട് സർവീസിൻ്റെ പ്രൊട്ടക്ഷൻ രീതി. അദ്ദേഹം നല്ല ഉയരമുള്ള ആളാണ്. അതുകൊണ്ട് അവർ കൈ ഉയർത്തി കൂടുതൽ വെടിയുണ്ട വന്ന് മുഖത്തോട്ടും തലയിലും വീഴാതിരിക്കാൻ അവർ കൈ ഉയർത്തി അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കണ്ടു. അദ്ദേഹത്തിനെ പെട്ടെന്ന് അവിടുന്ന് മാറ്റി. ഏതായാലും 150 മീറ്റർ അകലെ നിന്നാണ് ആ വെടി വന്നത്. അവിടെ ഉണ്ടായ സുരക്ഷാ ഭടന്മാർ ആ വെടിവെച്ച ആളെ വെടിവെച്ച് വീഴ്ത്തുന്ന കണ്ടുന്ന്. അത് മാർട്ടിൻ ലൂതർ കിങ്ങിനെയൊക്കെ നമുക്കറിയാം. അമേരിക്കയിലെ പ്രസിഡന്റുമാർക്ക് സുരക്ഷിതത്വം വളരെ കുറവാണ്. റോബർട്ട് കെന്നഡി, അതുപോലെ തന്നെ റോബർട്ട് കെന്നഡിയുടെ ജോൺ എഫ് കെന്നഡി, അദ്ദേഹത്തിൻ്റെ അനിയൻ റോബർട്ട് കെന്നഡി, ഇവരെയൊക്കെ വെടിവെച്ച് കൊന്നു. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും വെടിവെച്ചു. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 20 വയസ്സുകാരനായ ഒരു പയ്യൻ, തോമസ് മാത്യു ക്രൂക്ക് എന്ന പയ്യനാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പയ്യനെ സുരക്ഷ അല്ലെങ്കിൽ സീക്രട്ട് സർവീസുകാർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 150 മീറ്റർ അകലെ നിന്നാണ് ആ പയ്യൻ ഒരു ടെറസ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് വെടിവെച്ചത്. ക്രൂക്കിൻ്റെ വീട് സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയാണ്. ബെതേൽ പാർക്കിലാണ് വീട്. ക്രൂക്കിൻ്റെ കാറിലെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസും വീട്ടിലും എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസും ഒക്കെ കണ്ടു. ഡെമോക്രാറ്റിൻ്റെ അവരുടെ പാർട്ടി അംഗത്തിൻ്റെ കാർഡ് ഉണ്ടെന്ന് പറയുന്നു. മാതാപിതാക്കൾ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ഈ പയ്യൻ്റെ. പക്ഷേ ആള് വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് വീട്ടുകാർ ഇവിടെ പോയെന്നും തോക്ക് സംഘടിപ്പിച്ച് വെടിയുതിർത്തെന്നും പറയുന്നത്. ഏതായാലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, അവിടുത്തെ മാർട്ടിൻ ലൂതർ കിങ്, അവിടുത്തെ സിവിൽ പ്രൊട്ടക്ഷൻ വേണ്ടി അവിടെ സമരം ചെയ്ത മാർട്ടിൻ ലൂതർ കിങ്ങും അതുപോലെ ചില നേതാക്കന്മാരെയൊക്കെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. വളരെയധികം പ്രസിഡന്റുമാർ ജോൺ എഫ് കെന്നഡിയുടെയാണ് ഏറ്റവും ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെച്ച് വീഴ്ത്തുന്നത് നമ്മൾ കണ്ടു. യാത്രയിൽ, കാറിൽ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിനും വെടിവെച്ച് മരണപ്പെട്ടു. ഇപ്പം റൊണാൾഡ് ട്രംപിൻ്റെ ആ സംഭവത്തിന് ശേഷം അദ്ദേഹം 2 ദിവസത്തിനകം ഡെമോക്രാറ്റിൻ്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് അദ്ദേഹത്തിനെ ഡിക്ലെയർ ചെയ്യാനിരുന്നതാണ്.
അത് ഏതായാലും അതിന് മാറ്റമൊന്നുമില്ല. അദ്ദേഹം ഹോസ്പിറ്റൽ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിക്കഴിഞ്ഞു. 2 ദിവസത്തിന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഡിക്ലെയർ ചെയ്യും. ഏതായാലും അടുത്ത പ്രസിഡന്റ് ഈ വെടിവെപ്പിന് ശേഷം അടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഖ്യാതിയും അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റിനുള്ള അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ സപ്പോർട്ടും ദൈനംദിനം കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. ഈ സംഭവത്തിന് ശേഷം തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരായ ബറാക് ഒബാമയും ജോർജ് ബുഷും ബിൽ ക്ലിൻ്റനും ഒക്കെ ഈ അസാസിനേഷന് അറ്റംപ്റ്റ് നടത്തിയ ഇതിനെ എതിരായി ശബ്ദിച്ചു കഴിഞ്ഞു. അവരൊക്കെ അദ്ദേഹത്തിനോട് വളരെയധികം സഹാനുഭൂതിയോടെ സംസാരിക്കുകയും അവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും അതേ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെയുള്ള ചെറുപ്പക്കാർ, റിബലായിട്ട് ചെറുപ്പക്കാർ അമേരിക്കൻ കമ്മ്യൂണിറ്റി ധാരാളം പേരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ക്രൂക്ക് എന്ന് പറഞ്ഞ ഈ പയ്യന് മറ്റു രാഷ്ട്രീയ പാർട്ടി സഹായം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും എന്തുകൊണ്ടാണ് ആ പയ്യന് ഇയാളെ വെടിവെക്കാൻ ശ്രമിച്ചത്, കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനി കാര്യങ്ങൾ പുറത്തോട്ട് വരാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ അറിയാം. ആ പയ്യൻ മരിച്ചത് കൊണ്ട്, അയാളെ വെടിവെച്ച് കൊന്നതുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യാനും അയാളുടെ മനസ്സിൽ കിടന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അമേരിക്കൻ സീക്രട്ട് സർവീസിന് ബുദ്ധിമുട്ടാണ്. അവരുടെ വീടും പരിസ്ഥിതിയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം കണ്ടു ചോദിച്ച് അതിന് എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു ഒപ്പീനിയൻ വരും എന്നാണ് ഞാൻ കരുതുന്നത്.